ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് മെൽക്കോ ചൂസ് ചെയ്തതെന്ന്. ഇനി നിങ്ങളും എന്നെ പോലെ മെൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. പെരിന്തൽമണ്ണയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ മോഡേൺ ഇൻഡോർ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് വ്യാപാരികളുടെ ദുരിതം പരിഹരിക്കാൻ ഭരണപക്ഷത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ്. അലംഭാവം തുടർന്നാൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം നില 24 ലൈവിനോട് പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് മോഡേൺ ഹൈടെക് മാർക്കറ്റിൻ്റെ പണി തുടങ്ങിയിട്ട് കാലം കുറയായി. ഇപ്പോൾ വീണ്ടും പണി ആരംഭിച്ചു. പക്ഷേ മാർക്കറ്റിലെ വ്യാപാരികളുടെ ദുരിതം എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഒരുപാട് പ്രേക്ഷകർ അക്കാര്യത്തിൽ ഞങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. വിളിച്ച് അവിടുത്തെ അവസ്ഥ പരിഹരിക്കപ്പെടാൻ എന്താ മാർഗമെന്ന് ചോദിക്കുകയുണ്ടായി. നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് നമ്മോടൊപ്പമുണ്ട്. ഹൈടെക് മാർക്കറ്റ് നഗരത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. പക്ഷേ ഇപ്പോൾ ഹൈടെക് മാർക്കറ്റ് എന്താണെന്ന് ഇവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് വ്യാപാരികൾ പറഞ്ഞത്. താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? പെരിന്തൽമണ്ണ നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതിയുടെ ചെയർമാൻ മുഹമ്മദ് സലീമിൻ്റെ വലിയൊരു സ്വപ്ന പദ്ധതിയായിരുന്നു മോഡേൺ ഹൈടെക് മാർക്കറ്റ്. അന്ന് തുടക്കം കുറിച്ച് ഏകദേശം 6 വർഷം പിന്നിട്ട് കഴിഞ്ഞു. ഇന്നും അത് പാതി വഴിയിൽ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലേക്ക് പെരിന്തൽമണ്ണയുടെ ശാപമായി മാറിയ ഒരു സാഹചര്യമായി നിലനിൽക്കുകയാണ്. എന്ന് പൂർത്തിയാക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാൻ കഴിയാത്ത രീതിയിലാണ് ചെയർമാനും ഭരണ സംവിധാനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളൊരു 6 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ട് അത് പൂർത്തിയാക്കി അത് തുറന്നു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന് ശേഷം ഇപ്പം 3 കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ ലേലം ചെയ്തെടുത്ത ഒട്ടനവധി പ്രവാസികളുണ്ട്. അവർ വലിയ സ്വപ്നം കണ്ടിട്ടാണ്, അവരെ മോഹിപ്പിച്ചിട്ടാണ് ആ ലേലത്തിലൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലേലത്തിൽ വലിയ ഭീമമായ സംഖ്യ കൊടുത്തുകൊണ്ടാണ് ലേലത്തിൽ പങ്കെടുത്ത റൂമുകളൊക്കെ എടുത്തത്. ഇന്നും അവർക്ക് ആ കൈമാറാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ആ ലേലം ചെയ്ത ഒട്ടനവധി ആളുകൾ സാമ്പത്തികമായി വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലും മനസ്സിലാക്കിക്കൊണ്ട് അത് പൂർത്തിയാക്കാൻ ഇന്നും ഈ ഭരണ സംവിധാനത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ കാരണം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒരു പ്ലാനിങ് ഇല്ലാത്ത പദ്ധതിയുടെ ഭാഗമാണ്. അന്ന് അത് ലേലം ചെയ്ത് കൊടുത്ത 20 കോടി രൂപ, ആ 20 കോടി രൂപ അന്ന് നഗരസഭ അന്നത്തെ ഭരണ സംവിധാനം അത് അന്നത്തെ പൊതുമരാമത്ത് പ്രവർത്തികൾക്ക് മാറ്റി ചെലവഴിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് അത് പൂർത്തിയാക്കാൻ കഴിയാത്തത്. ഏകദേശം എല്ലാ പ്രാവശ്യവും കൗൺസിലിനും ഒരുപാട് സമരമുഖത്തും ഞാൻ പറഞ്ഞ ഒരേ വാക്കുകളാണ്. 100 കോടി രൂപയോളം കടബാധ്യത വരുത്തി വെച്ച ഈ നഗരസഭ കഴിഞ്ഞ 5 കൊല്ലം പിന്നിട്ടു ഒരു വികസന പ്രവർത്തനം അതിൻ്റെ പരിണിത ഫലമായിട്ട് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനിയും എത്ര നാളത് മുന്നോട്ട് പോകും പറയാൻ പറ്റാത്ത രീതിയിലാണ്. ഇപ്പോൾ ടൗൺ ഹാളും ഈ ഹൈടെക് മാർക്കറ്റും പണി പൂർത്തിയാക്കാൻ വേണ്ടി ഈ ഭരണസമിതിയുടെ കാലത്ത് 30 കോടി ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലോൺ എടുക്കുന്ന പരിപാടി മാത്രമുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ് 2 ലക്ഷം കോടി രൂപ കടമെടുത്തതുപോലെ അതിൻ്റെ ഒരു അവരുടെ തലമുറക്കാരാണല്ലോ ഇപ്പോൾ ഇവിടെ ഈ നഗരം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരും അതിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ലോൺ എടുക്കുക, അതിൽ സുഖിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു സംവിധാനം. ജനങ്ങളുടെ വിഷയം അവർക്ക് അത് വിഷയമായി അവർ കാണുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങളെ അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ഭരണ സംവിധാനം ഇന്ന് നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ്. ഈ ഭരണ സംവിധാനം ഏറ്റെടുത്ത് 4.5 കൊല്ലം പിന്നിട്ടു. ഇന്നും 3 പ്രധാന പദ്ധതികൾ പൂർത്തിയാക്കാൻ കഴിയാതെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഒന്ന് നിങ്ങൾക്കറിയാം, ആയുർവേദ ആശുപത്രി പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ആരോഗ്യ മേഖലയിൽ ആകെയുള്ള ആശുപത്രി ഹോമിയോ ആശുപത്രിയും ആയുർവേദ ആശുപത്രിയാണ്. ആ ആയുർവേദ ആശുപത്രി ഒന്ന് തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞ് വലിയ ചെയർമാൻ സന്ദർശിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായിട്ട് ഇട്ടിരുന്നു. ഇന്ന് അത് വഴി കുറച്ച് പണിയെടുത്തുകൊണ്ട് അവർക്ക് പൈസ കൊടുക്കാനില്ലാതെ അവർ ഇട്ടെറിഞ്ഞു പോയൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ ഹൈടെക് മാർക്കറ്റും അത് പണി ഒന്ന് തുടക്കം കുറിക്കും, പൈസ കൊടുക്കാനില്ലാതെ കോൺട്രാക്ടർമാർ ഇട്ടുപോകുന്ന ഒരു സാഹചര്യം. അതെ, വ്യാപാരികൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെയാണ് പല വാർത്താ മാധ്യമങ്ങൾക്കും അത് ഇട്ടുകൊടുത്തത്. അവിടുത്തെ വ്യാപാരികളെ സംബന്ധിച്ച് അവിടെ വലിയ തോതിൽ സംഖ്യ ലേലം ചെയ്തെടുത്ത് വലിയ വാടക കൊടുത്തുകൊണ്ടാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മാന്യമായ രീതിയിലൊന്ന് കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ചോരാണ്.
ചോർന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം പിന്നെ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വ്യാപാരികൾ അത് പിന്നെ ആ വെള്ളം അടിച്ച് നീക്കം ചെയ്തിട്ടാണ് അതിനൊന്ന് നടക്കാൻ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി വെള്ളം അവർ തന്നെ ആളെ വെച്ചും കൊണ്ട് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറൂല, മണം അടിച്ചു കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം അവിടെ വേറെ, അതിൻ്റെ പരിസരത്ത് മാലിന്യ പ്രശ്നം കൂടിക്കൊണ്ട് പുഴുക്കൾ എഴയുന്ന ഒരു ഫോട്ടോ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചാനലുകളൊക്കെ അത് ഇത് ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ആരോഗ്യ മേഖലയിലും പിന്നെ ഈ കച്ചവടക്കാർക്കും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പ്രയാസകരമായ ഒരു പിന്നെ മാലിന്യ കൂമ്പാരമായി ആ ഹൈടെക് മാർക്കറ്റ് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിലും ജനങ്ങളെ അവിടുത്തെ കച്ചവടക്കാരെ സംഘടിപ്പിച്ചും മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ച് അവർക്ക് പ്രയാസമുണ്ട്. കാരണം നഗരസഭയ്ക്കെതിരെ മാർച്ച് നടത്തി കഴിഞ്ഞാൽ അവരെ മാനസികമായും പിന്നെ സാമ്പത്തികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ അതിൻ്റെ ഉള്ളിൽ പരാതി പോയി നഗരസഭയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ ഇല്ലാത്ത പിന്നെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഭീമമായ സംഖ്യ ഫൈന് ഈടാക്കുന്ന ഒരു സാഹചര്യം അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രയാസം നേരിടുന്നുണ്ട്. പേടിയാണ്, അവർക്കൊരു പരാതി നഗരസഭയോട് പോയി പറയാൻ പോലും പേടിയായ ഒരു സാഹചര്യമുണ്ട്. അവരോടൊന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് മറുപടി പറയില്ല. കാരണം പേടിയാണ്. നഗരസഭ തൊട്ട ദിവസം വന്നുകൊണ്ട് ആരോഗ്യവകുപ്പ് അവരുടെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിങ്ങാണ്ട് പിഴ അടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു ജനകീയ പ്രക്ഷോഭം ഞങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നഗരസഭ ഇനിയിപ്പോൾ ഈ ഭരണകാലത്ത് അത് പൂർത്തീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വാദം ശരിയാവുന്ന തരത്തിലാണ് ഇപ്പോൾ പണി നീങ്ങുന്നതൊക്കെ. അത് പൊതുജനങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനിയും ആ കാര്യത്തിൽ വ്യാപാരികളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുന്നതിന് ശ്രദ്ധ ക്ഷണിക്കാൻ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് നമ്മെ അറിയിച്ചിട്ടുള്ളത്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നില 24 ലൈവ്.